നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. പാരമ്പര്യ രീതി അനുസരിച്ചിട്ടും നമ്മളുടെ ഈ നാടിന്റെ വ്യവസ്ഥ അനുസരിച്ചിട്ടും പിന്നെയോ രാജാവിന് വേണ്ടുന്ന ഗുണങ്ങൾ എല്ലാം തികഞ്ഞിരിക്കുന്നു യുധിഷ്ഠിരനിൽ എന്ന കാരണത്താലും ഈ രാജ്യത്തിന്റെ എക്കാലത്തെയും നാഥനായി വാഴേണ്ടത് യുധിഷ്ഠിരനാണ്. കിരീടം യുധിഷ്ഠിരനിൽ നിൽക്കണം, യുധിഷ്ഠിരൻ സിംഹാസനത്തിലിരിക്കണം, ചെങ്കോലേന്തണം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ അല്ലയോ കൃഷ്ണ, ഈ കാര്യം ഞാൻ യുധിഷ്ഠിരന് ജ്യേഷ്ഠനാണെന്നുള്ള കാര്യം യുധിഷ്ഠിരനോട് പറയരുത്, പാണ്ഡവരോട് പറയരുത്. അല്ലയോ കൃഷ്ണ, സയേവ രാജാ ധർമാത്മാ ശാശ്വതോസ്തു യുധിഷ്ഠിരഃ. യുധിഷ്ഠിരൻ ഈ രാജ്യത്തിന്റെ മുഴുവൻ അധിപതിയായ കാലവും വാഴണം. നേതായസ്യ ഹൃഷീകേശോ യോദ്ധായസ്യ ധനഞ്ജയഃ. ഇനി ധർമാത്മാവാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടതായ യോഗ്യത. പിന്നെയോ ഈ യുധിഷ്ഠിരന്റെ നായകനാര്? യുധിഷ്ഠിരനെ നയിക്കുന്നതാര്? ആരുടെ ഉപദേശം അനുസരിച്ചിട്ടാണ് യുധിഷ്ഠിരൻ പ്രവർത്തിക്കുന്നത്? അല്ലയോ കൃഷ്ണ, അത് നീയാണ്. നീ പറയുന്നതിനനുസരിച്ച് മാത്രമേ യുധിഷ്ഠിരൻ പ്രവർത്തിക്കൂ. അതുകൊണ്ടാണ് ധർമ്മമേത് അധർമ്മമേത് എന്ന് യുധിഷ്ഠിരന് കൃത്യമായി തീരുമാനിക്കാൻ സാധിക്കുന്നത്. നിനക്ക് അത് നന്നായി അറിയാം. അങ്ങനെ നിന്റെ വാക്കുകൾ അനുസരിക്കൊണ്ട് യുധിഷ്ഠിരൻ ധർമ്മബന്ധാവിലൂടിയിട്ട് നിരന്തരം സഞ്ചരിക്കുന്നവനായി തീർന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, രാജാവിന് കരുതനായിട്ടുള്ള സൈന്യാധിപൻ വേണമല്ലോ. യുധിഷ്ഠിര മഹാരാജാവിന് കരുത്തനായ സൈന്യാധിപനുണ്ട്. ആരാത്? ധനഞ്ജയൻ, അർജുനൻ. യോദ്ധായസ്യ ധനഞ്ജയഃ. അങ്ങനെ അർജുനൻ എന്നുള്ള സൈന്യാധിപനും യോദ്ധാവും നീയാകുന്ന ഉപദേശകനും ഗുരുനാഥനും പിന്നെയോ സ്വയം ധർമാത്മാവെന്നുള്ള ഔന്നത്യവും എല്ലാം ചേർന്ന യുധിഷ്ഠിരൻ ഇവിടെ രാജാവായിട്ട് വാഴണം. കർണൻ കാര്യകാരണ സഹിതം കൃഷ്ണനോട് പറയാണ്, അല്ലയോ കൃഷ്ണ, പൃഥിവീ തസ്യ രാഷ്ട്രം ച യസ്യ ഭീമോ മഹാരഥഃ. മഹാരഥനായ ഭീമൻ ഏതൊരു രാജ്യത്തെയാണോ അലങ്കരിക്കുന്നത്, ആ രാജ്യം ആ ഭീമന്റെ രാജ്യമാണ്. ഭീമന്റേതായിട്ടുള്ള ഈ രാജ്യം യുധിഷ്ഠിരൻ പരിപാലിക്കണം. യുധിഷ്ഠിരന് കരുത്തോടു കൂടിയിട്ട് സഹായിയായി ഭീമനുണ്ടാകും. പിന്നെയോ നകുല സഹദേവശ്ച ദ്രൗപദേയാശ്ച മാധവ. നകുലനുണ്ടാകും, സഹദേവനുണ്ടാകും, ദ്രൗപദിയുടെ പുത്രന്മാരുണ്ടാകും. അവരെല്ലാവരും രാജാവായ യുധിഷ്ഠിരന് ധർമ്മകർമ്മങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിന് സഹായിയായിട്ടുണ്ടാകും. അതിനാൽ യഥാർത്ഥത്തിൽ എല്ലാ പ്രകാരത്തിൽ ചിന്തിച്ചാലും യുധിഷ്ഠിരനാണ് രാജാവാകേണ്ടത്. ഞാൻ ദുര്യോധനു വേണ്ടി യുദ്ധം ചെയ്യും, എന്നെ ദുര്യോധന പക്ഷത്ത് നിന്ന് മാറ്റാൻ സാധ്യമല്ല ഒരു രീതിയിലും എന്ന് പറയുന്ന കർണനാണ് പറയുന്നത് ദുര്യോധനൻ രാജാവാകാൻ യോഗ്യനല്ല. എന്തുകൊണ്ടെന്നാൽ അധർമാത്മാവാണ് ദുര്യോധനൻ. ഇദ്ദേഹം യുധിഷ്ഠിരൻ ധർമാത്മാവ്. ദുര്യോധനന്റെ സഹായികളോ എല്ലാവരും അധർമ്മം നിരന്തരം പ്രവർത്തിക്കുന്ന ആളുകൾ. അവരാണ് ദുര്യോധനന്റെ കൂടെ കൂടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ മാത്രമേ ദുര്യോധനൻ കൂടെ നിർത്തുകയുമുള്ളൂ.
അല്ലാതുള്ളവരെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ തന്റെ ഇഷ്ടങ്ങളൊന്നും നടക്കില്ല, എതിർക്കും. കൂടെ നിൽക്കുന്ന ചില ആളുകൾ പോലും എതിർക്കുന്നുണ്ട്. തന്റെ ഒരു അനുജനായ വികർണൻ തന്നെ എതിർക്കുന്നുണ്ട്. ഇളയച്ഛന്റെ സ്ഥാനമുള്ള വിതുരൻ തന്നെ എതിർക്കുന്നുണ്ട്. ഗുരുനാഥൻ ദ്രോണൻ എതിർക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിതാമഹൻ എതിർക്കുന്നുണ്ട്, ഭീഷ്മൻ. അങ്ങനെ എതിർക്കാൻ ഇപ്പൊ തന്നെ കൗരവപക്ഷത്തിൽ ധാരാളം പേരുണ്ട്. അതുകൊണ്ട് ഇനി പുതിയ കൂടുതൽ എതിരാളികളെ തന്റെ പക്ഷത്ത് കാണാൻ ദുര്യോധനൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദുഷ്ടബുദ്ധികളെയാണ് ദുര്യോധനൻ കൂടെ കൂട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ദുര്യോധനൻ ഈ രാജ്യം ഭരിക്കാൻ യോഗ്യനല്ല. ഇപ്പോ ദുര്യോധനെ ചോദ്യം ചെയ്യാൻ പാണ്ഡവന്മാരുണ്ട്. അവരില്ലെന്ന് വന്നാലോ ദുര്യോധനൻ രാക്ഷസീയമായ ഭരണം ഈ പ്രപഞ്ചത്തിൽ നടപ്പിലാക്കും. ഈ ലോകത്തെ ജീവിതം ദുഷ്കരമാക്കി തീർക്കും. അതുകൊണ്ട് ദുര്യോധനനല്ല രാജാവാകേണ്ടത്, പിന്നെയോ യുധിഷ്ഠിരനാണ്. ഇതിത്രയും പറഞ്ഞു കഴിയുമ്പോ കർണന്റെ മനസ്സിൽ അതുവരെ താൻ ചെയ്തിട്ടുള്ളതായ തെറ്റുകൾ ഒന്നൊന്നൊന്നായിട്ട് അനിയന്ത്രിതമായിട്ട് പൊന്തി വരികയാണ്. കാരണം അങ്ങേയറ്റം ദുഃഖത്തോടുകൂടി കൃഷ്ണനോട് പറയുന്നു, യദബ്രുവമഹം കൃഷ്ണ കടുകാനി സ്മ പാണ്ഡവാൻ പ്രിയാർത്ഥം ധർത്തരാഷ്ട്രസ്യ തേന തപ്യേഹ്യകർമ്മണ. അല്ലേ കൃഷ്ണ, ഞാൻ അതുകൊണ്ട് ദുഃഖിക്കുന്നു, ഏറെ ദുഃഖിക്കുന്നു, പരിധിയില്ലാതെ ദുഃഖിക്കുന്നു. എന്താ, ഞാൻ ധാർമ്മികരായിരിക്കുന്ന രാജാക്കന്മാരോട്, രാജകുമാരന്മാരോട്, പാണ്ഡവന്മാരോട് ആദ്യം കണ്ട നാളു മുതൽ ഇന്നോളം എന്തെന്തെല്ലാം കൊള്ളരുതാഴികകളാണ് പറഞ്ഞത്, എന്തെന്തെല്ലാം കുത്തുവാക്കുകളാണ് പറഞ്ഞത്, ആക്ഷേപങ്ങളാണ് പറഞ്ഞത്, എന്തെന്തെല്ലാം ക്രൂരകർമ്മങ്ങളാണ് ഞാൻ അവരോട് ചെയ്തത്. എല്ലാം കർണന്റെ മനസ്സിലൂടി ഇങ്ങനെ ഒരു സിനിമയിലെന്ന പോലെ കടന്നു പോവാണ്. അതെല്ലാം ഓർത്തിട്ട് ഞാൻ, അല്ലയോ കൃഷ്ണ, ഈ അവസരത്തില് വേദനിക്കുന്നു. ഇതെല്ലാം ഞാൻ ചെയ്തത് ദുര്യോധനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയെല്ലാം ഞാൻ ചെയ്തു പോയല്ലോ എന്നോർത്ത് ഇപ്പൊ ഞാൻ വേദനിക്കുന്നു. അത് എല്ലാം സംഭവിച്ചു കഴിഞ്ഞതാണ്. ഇനി അതിനെ സംഭവിച്ചതല്ലാത്തതാക്കി തീർക്കാൻ പറ്റൂല. കാലം കടന്നുപോയാൽ പോയി. പിന്നെ ഒന്നിനെയും പിടിച്ചു നിർത്താനും ശരിയാക്കാനും ഒന്നും പറ്റില്ല. കൈവിട്ടു പോയി. അത് കൈവിട്ടു പോയ ആ ക്രിയകൾ അത് എന്നെ വളരെയേറെ വേദനിപ്പിക്കുന്നു. അതിൽ പാണ്ഡവന്മാര് നശിച്ചു പോയില്ല. അവരെ മുഴുവൻ കുന്തിയോടൊപ്പം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല പല അതിക്രമങ്ങളും ചെയ്തത്. ആ അരക്കില്ല കുന്തിയെ ഉൾപ്പെടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇങ്ങനെ ചെയ്തിട്ടുള്ള ആ ക്രൂരകർമ്മങ്ങൾ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. ദ്രൗപദിയോട് കാണിച്ച തോന്നിയവാസം ഓർത്തും വേദനിക്കുന്നു. ഈ കാരണങ്ങളാലാണ് കർണന് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നത്. ചെയ്തതെല്ലാം അരുതായികകൾ, എല്ലാം വികർമ്മങ്ങൾ. കർമ്മമേത് വികർമ്മമേത് അകർമ്മമേത് എന്ന് ഈ ആസുരീ ബുദ്ധികൾ അറിയുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞല്ലോ. അതാണ് ആസുരീ ബുദ്ധികളുടെ പ്രത്യേകത. തിരിച്ചറിവ് കർണന് വരുന്നത് ഈ നിമിഷത്തിലാണ്. യുദ്ധം ആസന്നമായ നിമിഷത്തിൽ താൻ ആരാണ് എന്ന് ഏകദേശം സൂര്യനിൽ നിന്ന് മനസ്സിലാക്കി. ഇപ്പോ കൃഷ്ണനിൽ നിന്നിട്ട് സമ്പൂർണമായും മനസ്സിലാക്കി. അതുകൂടിയായി കഴിഞ്ഞപ്പോ താൻ ഇതുവരെ ചെയ്തതിന്റെ ഭീകരമായ പാതകം അത് കർണന്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നു. എങ്കിലും ആ ആസുരീ ബുദ്ധി ദംഭവും ദർപ്പവും അതിമാനവും ക്രോധവും പാരുഷ്യവും എല്ലാം കർണന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോ ഒരു നിമിഷം കൃഷ്ണനോട് ഇതൊക്കെ പറഞ്ഞു, ഞാൻ അതിലെല്ലാം വേദനിക്കുന്നു എന്ന്. ആ പറഞ്ഞതും ആത്മാർത്ഥതയോടുകൂടി തന്നെ. പക്ഷേ ദംഭദർപ്പാദികളൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഇത് പറയുന്ന നിമിഷത്തിൽ. അത് തൊട്ടു മുമ്പേ കർണം പറഞ്ഞ വാക്ക് കേൾക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും. അല്ലയോ കൃഷ്ണ, ഞാൻ ദുര്യോധനോട് കടപ്പെട്ടിരിക്കുന്നു.
ഇത്രയും കാലത്തെ എന്റെ സർവ്വ സൗഖ്യങ്ങൾക്കും ഏക അവലംബം ദുര്യോധനാണ്. ദുര്യോധനൻ തന്ന സമ്പത്ത്, ദുര്യോധനൻ തന്ന മാനം, ദുര്യോധനൻ തന്നതായിട്ടുള്ള ആ സാമ്രാജ്യത്തിന്റെ ആധിപത്യം, അംഗരാജാവെന്നുള്ള പദവി, ദുര്യോധന്റെ ഏറ്റവും ഉറ്റ മിത്രം എന്നുള്ളതായ പദവി, എപ്പോഴും ദുര്യോധനൻ എന്നെ ആദരിച്ചുകൊണ്ടേയിരിക്കും. ഇത് എനിക്കൊരിക്കലും മറക്കാനാവില്ല. അതുകൊണ്ട് ദുര്യോധനൻ എനിക്ക് കൈവിടാൻ പറ്റൂല. എന്നെ കണ്ടിട്ടാണ് ദുര്യോധനൻ പാണ്ഡവന്മാരെ വെല്ലുവിളിക്കുന്നത്. എന്റെ ബലം പൂർണ്ണമായും വിശ്വസിച്ചിട്ടാണ് ഇപ്പോഴിതാ യുദ്ധത്തിനു വേണ്ടിയിട്ട് ദുര്യോധനൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്. എനിക്ക് ദുര്യോധനൻ കൈവിടാൻ പറ്റൂല എന്ന് പറഞ്ഞ കർണൻ ഇതിന് തൊട്ടു മുമ്പ് തന്നെ ദുര്യോധനെ കൈവിട്ടു നാം കണ്ടതാണല്ലോ.